ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്ന് വിളി കേൾക്ക്. നിങ്ങളുടെ ഈ എന്തോന്നുള്ള വിളി ഒച്ചത്തിൽ കേൾക്കുമ്പോൾ എന്ത് സന്തോഷമെന്നറിയാവോ? സാറിന് മാത്രമല്ല സന്തോഷം, സ്വർഗത്തിലിരുന്ന് ദൈവപിതാവ് ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും താല്പര്യത്തോടു കൂടി ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുക അല്ലേ? നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പുതിയൊരു ദിവസം കൂടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരിലും അയക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളിന്ന് പഠിക്കാൻ പോകുന്ന പാഠങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ അധ്യാപകരെയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ചാരേ നിന്ന് എപ്പോഴും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഇരിക്കുക. സുഖമല്ലേ മക്കളെ? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മരണത്തെ പരാജയപ്പെടുത്തി ഈശോയെക്കുറിച്ചല്ലേ? അത് പഠിച്ചപ്പോൾ വലിയ സന്തോഷമല്ലായിരുന്നോ? ഈശോ മരണത്തെ പരാജയപ്പെടുത്തി. നമ്മൾ പഠിച്ചു, ഈശോ പീഡകൾ സഹിച്ച് മരിച്ച് കുരിശിൽ കിടന്നപ്പോൾ അരമത്യക്കാരൻ ജോസഫും ഏതാനും സ്ത്രീകളുമൊക്കെ കൂടി ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി അവിടെ കല്ലറയിൽ സംസ്കരിച്ചു അല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി. എന്തായിരുന്നു കല്ലറയ്ക്ക് കാവലേർപ്പെടുത്താനുള്ള കാരണം? ഓർക്കുന്നുണ്ടോ? ഗ്ലിസർഡ ഓർക്കുന്നുണ്ട്. എന്തോ പറയുന്നുണ്ടല്ലോ. യഹൂദന്മാരോട് നേരത്തെ പറഞ്ഞിരുന്നു ഈശോ ഉയർത്തെഴുന്നേൽക്കും. മിടുക്കിയ കേട്ടോ, പുസ്തകം വായിച്ചിട്ടുണ്ട്. സാറിന് സന്തോഷമായി കേട്ടോ. യഹൂദന്മാരോട് നേരത്തെ പറഞ്ഞിരുന്നു ഈശോ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് കല്ലറയ്ക്ക് അവർ മുദ്ര വെച്ച് കാവൽ ഏർപ്പെടുത്തി. എന്നിട്ട് അവരിങ്ങനെ 3 ദിവസം കാവൽ നിന്ന് നമ്മൾ കണ്ടു. 3-ാമത്തെ ദിവസം സുഗന്ധതൈലം പൂശാനായി മഗ്ദലേന മറിയം ഏതാനും സ്ത്രീകളും കൂടി കല്ലറയെങ്കിലേക്ക് പോയപ്പോൾ അവിടെ ഈശോയുടെ ശരീരം കണ്ടില്ല. എന്താ കണ്ടത്? കല്ലുരുട്ടി മാറ്റിയിട്ട് ഒരു ദൂതൻ കല്ലേൽ ഇരിക്കുന്നത് കണ്ടല്ലേ? എന്നിട്ട് ദൂതൻ അവരോട് പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. അവർ വലിയ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ വേണ്ടിയിട്ട് ഓടി ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? അവനവിടെ ഇല്ല, അവൻ്റെ ശരീരം കാണാനില്ല, അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഒരു ദൂതൻ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഓടി വന്ന് നോക്കിയപ്പോൾ കച്ചയും അതുപോലെ തന്നെ തലയിൽ കെട്ടിയിരിക്കുന്ന തുവാലയും ഒക്കെ ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് ഈശോ പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു അല്ലേ? എന്നിട്ട് നമ്മൾ വേറെന്താ പഠിച്ചത്? ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ നാണയമാറ്റക്കാരെയും ആടും പ്രാവുകളും ഒക്കെ വിൽക്കുന്നവരെയും ഒക്കെ കണ്ടു. ഈശോ കയറ കൊണ്ടൊരു ചെമട്ടിയുണ്ടാക്കി വളരെ ദേഷ്യപ്പെട്ട് അവരെല്ലാം പുറത്താക്കിയിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അതിൽ നിന്നെല്ലാം പുറത്താക്കിയിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിനക്കിതെല്ലാം പറയാനുള്ള അധികാരം എന്താണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പോൾ ഈശോ അവരോട് പറയുക, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു. 46 വർഷം കൊണ്ട് പണിത ജെറുസലേം ദേവാലയം എങ്ങനെയാണ് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുന്നതെന്ന് അവർ ആലോചിച്ച് നിൽക്കുമ്പോൾ ഈശോ പറയും, ഞാൻ എൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് പറഞ്ഞതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? യോനായോട് പ്രസംഗിക്കാൻ പോകാൻ പറഞ്ഞു. എവിടെയാണ് പോയേ? നിനവയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കാനാണ് പറഞ്ഞത് അല്ലേ? യോന എങ്ങോട്ട് പോയി? താർഷിസിലേക്ക് പോയി. എന്താ സംഭവിച്ചേ? കപ്പൽ വലിയ കൊടുങ്കാറ്റുണ്ടായി, കപ്പൽ മുങ്ങാൻ തുടങ്ങി. യോനായാണ് ഇതിൻ്റെ കാരണക്കാരെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. പഠിച്ചില്ലേ? നമ്മളൊരു ചിത്രമൊക്കെ കണ്ടു. ഒരു തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങി. 3 ദിവസം യോന തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. 3-ാമത്തെ ദിവസം നിനവയുടെ കടൽ തീരത്ത് കൊണ്ട് ഈ തിമിംഗലം യോനായെ ഛർദ്ദിച്ചിട്ടു അല്ലേ? ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ? 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ യോനായെ പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കുമെന്ന് യോനയുടെ അടയാളത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അതല്ലേ നമ്മൾ പഠിച്ചത്? ഉദ്ധിതനായ ഈശോ
എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആൾഡ്രിനെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെക്കുറിച്ച് പഠിച്ചപ്പോൾ സന്തോഷം ഉണ്ടായില്ലേ? ആൾഡ്രിൻ ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആൾഡ്രിനോട് ചോദിച്ചത്. ആൾഡ്രിൻ പറയുന്നത് വലിയ സന്തോഷം ഉണ്ടായിന്നാ അല്ലേ? ആൾഡ്രിന് ഞാനിത് പറയാൻ തുടങ്ങിയപ്പോൾ വലിയ ചിരിയായിരുന്നു. വലിയ സന്തോഷമാണ്. ഉദ്ധിതനായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അല്ലേ? നമ്മൾ ധാരാളം അനുഗ്രഹിക്കും. ഇന്ന് നമ്മൾ 11ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. എത്രാമത്തെയാ? 11ാമത്തെ അല്ലേ? എമാവൂസ് അനുഭവം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് എമാവൂസ് അനുഭവമാണ്. എന്താ ഈ എമാവൂസ് അനുഭവം? ഈശോയുടെ ശിഷ്യന്മാർ 2 പേര് ജെറുസലേമിൽ നിന്നും 60 സ്ഥാദിയോൺ ദൂരമുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് ഒരു ദിവസം പോവുകയാണ്. ഈശോ ഈ അടക്കം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോവുകയാണ്. ഉദ്ധാനം ചെയ്തെന്നൊക്കെ അവർ പറഞ്ഞത് കേട്ടു. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്കുണ്ടായ അനുഭവം എന്താണ് എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് ആദ്യം അത് കേൾക്കാം. എന്തായിരുന്നു എമാവൂസ് അനുഭവമെന്ന്? 2 ശിഷ്യന്മാരിങ്ങനെ യാത്ര ചെയ്യുന്ന സംഭവമാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈശോ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണല്ലേ? ഈശോ എപ്പോഴും തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. സാർ ഈ തിരുവചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഇരിക്കണം കേട്ടോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഒച്ചേ പറഞ്ഞേ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമ്മൾ തിരുവചനത്തിൽ എന്താ വായിച്ചു കേട്ടത്? എമാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് ഉണ്ടായ അനുഭവം അല്ലേ? എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഒരു മനോഹരമായ വീഡിയോ സാറിൻ്റെ കയ്യിലുണ്ട്. മക്കൾക്ക് കാണണ്ടേ? കാണണം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ, എങ്കിലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. നോക്കിക്കേ. അന്ന് തന്നെ ശിഷ്യരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ അകലെയുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സംഭവിച്ച സകല കാര്യങ്ങളെക്കുറിച്ചും അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചും ചർച്ച ചെയ്തും പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. എന്നാൽ അദ്ദേഹത്തെ തിരിച്ചറിയാതെ വണ്ണം ദൈവം അവരുടെ കാഴ്ചശക്തി നിയന്ത്രിച്ചിരുന്നു. അദ്ദേഹം അവരോട്, യാത്രക്കിടയിൽ നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അവർ നിരാശാഭരിതമായ മുഖത്തോടെ നിശ്ചലരായി നിലകൊണ്ടു. അവരിൽ ക്ലെയോപ്പാവ് എന്ന പേരുള്ളയാൾ അദ്ദേഹത്തോട്, ജെറുസലേമിലെ സന്ദർശകരിൽ താങ്കൾ മാത്രമാണല്ലോ ഈ നാളുകളിൽ അവിടെയുണ്ടായ സംഭവ വികാസങ്ങൾ അറിയാത്തത് എന്ന് ചോദിച്ചു. ഏത് സംഭവ വികാസങ്ങൾ? യേശു പിന്നെയും ചോദിച്ചു. അവർ അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, നസറേത്തുകാരനായ യേശുവിന് സംഭവിച്ച കാര്യങ്ങൾ തന്നെ. പ്രവൃത്തിയിലും വാക്കിലും ദൈവത്തിന്റെയും സർവ്വ മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അതിശക്തനായൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ പുരോഹിത മുഖ്യന്മാരും ഭരണാധികാരികളും അദ്ദേഹത്തെ മരണശിക്ഷയ്ക്കായി റോമാക്കാർക്ക് ഏൽപ്പിക്കുകയും അവർ ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. ഞങ്ങളോ ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹമാണ് എന്ന് ആശിച്ചിരുന്നു. എന്തു പറയേണ്ടു, ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. അതുകൊണ്ടും തീർന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നു. അവർ ഇന്ന് അതിരാവിലെ കല്ലറയുടെ അടുത്ത് ചെന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ വന്ന് ഞങ്ങളോട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ച ദൂതന്മാരെ അവർ ദർശനത്തിൽ കണ്ടതായി പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവരും സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവർ യേശുവിനെ കണ്ടില്ല. അദ്ദേഹം അവരോട്, നിങ്ങൾ എത്ര ബുദ്ധിശൂന്യർ! പ്രവാചകന്മാർ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ! ഇവയെല്ലാം സഹിച്ചതിന് ശേഷമല്ലേ ക്രിസ്തു അവിടുത്തെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടത്? പിന്നെ അദ്ദേഹം
മോശയുടെയും സകല പ്രവാചകന്മാരുടെയും ലിഖിതങ്ങളിലും ശേഷം എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ തങ്ങൾക്ക് പോകേണ്ടിയിരുന്ന ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ യേശു അവരെ വിട്ട് മുന്നോട്ട് തന്റെ യാത്ര തുടരുന്നതായി ഭാവിച്ചു. അപ്പോൾ അവർ, ഞങ്ങളുടെ കൂടെ താമസിക്കുക, സന്ധ്യയാകാറായല്ലോ, പകലിത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം അവരോടുകൂടെ താമസിക്കാനായി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹം അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കാഴ്ചശക്തി മേലുണ്ടായിരുന്ന നിയന്ത്രണം മാറുകയും അവർ അദ്ദേഹത്തെ തിരിച്ചറിയുകയും ചെയ്തു. തൽക്ഷണം അദ്ദേഹം അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയും ചെയ്തു. കണ്ടല്ലേ? വീഡിയോ കണ്ടില്ലേ? സന്തോഷമായോ? സന്തോഷമായി. രണ്ട് പേര് എമാവൂസിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ 11 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ എമാവൂസ് ഗ്രാമത്തിലേക്ക് ജെറുസലേമിൽ നിന്നും 11 കിലോമീറ്റർ, 60 സ്ഥാതിയാണെന്നാണ് നമ്മൾ വായിച്ച് കേട്ടതല്ലേ? എന്താ അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്തായിരുന്നെന്ന് അറിയാമോ അവരുടെ വർത്തമാനം? ഈശോയുടെ പീഡാസഹനം, കുരിശ് മരണം, ഉദ്ധാനമൊക്കെ ആയിരുന്നു. അവർ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുക, നാട്ടുവർത്തമാനമൊക്കെ പറയുന്നത് പോലെ. അവർ 3 വർഷക്കാലം ഈശോയുടെ കൂടെ നടന്നവരാ അല്ലേ? അപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരെ പോലെ മ്ലാനവതരായാണ് അവർ പോകുന്നത്. എല്ലാം നിരാശ പിടിച്ച മനുഷ്യരെ പോലെയാണ് അവർ പോകുന്നത്. ഇവർ തമ്മിൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പറയുന്നു, കുരിശ് മരണത്തെക്കുറിച്ച് പറയുന്നു, ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരു അപരിചിതനെ പോലെ. അപരിചിതനെ നിങ്ങൾക്കറിയാവോ? നമ്മൾ വഴി നടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും അല്ലേ? ഒരു പരിചയമില്ലാത്തവരെ കാണും. ഇതുപോലെ ഒരു പരിചയവുമില്ലാത്ത ഒരു അപരിചിതനെ പോലെ ഈശോ അവരുടെ കൂടെ കൂടി. ഈശോ അവരുടെ പുറകെ നടക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടല്ലേ? ഈശോ അവരുടെ പുറകെ നടക്കുക. അപ്പോൾ അവൻ അവരോട് ചോദിക്കുക, എങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്തവരെ പോലെ ഇങ്ങനെ നടന്ന് അവർ തമ്മിൽ വർത്തമാനമൊക്കെ പറയുക. ശിഷ്യന്മാർ രണ്ടുപേരും തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈശോ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ക്ലെയോപ്പസ് എന്ന പാരയായ ഒരു മനുഷ്യൻ ഈശോയോട് തിരിച്ചൊരു മറുചോദ്യം ചോദിച്ചു. ഇവൻ അപരിചിതനാ, ജെറുസലേമിൽ ഒരു പരിചയമില്ലാത്തവനാ. ഇവൻ തിരുനാൾ കൂടാൻ വന്നവരാണെന്നാണ് ഇവർ കരുതിയിരുന്നത് കേട്ടോ. ജെറുസലേമിൽ തിരുനാൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ തിരുനാളിന് വന്നവനാണെന്ന് കരുതിയിട്ട് ഈ ക്ലെയോപ്പാസ് എന്ന പേരായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഈശോയോട് ചോദിക്കുകയാണ്, ഈശോ എന്ന് അവർക്കറിയത്തില്ല. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവ വികാസങ്ങളൊന്നും അറിയാത്തവനാണോ നീ എന്ന് വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുക. അവിടെ ഇരുന്നുള്ള മുഴുവൻ മനുഷ്യർക്കും ഈശോയെ കുരിശിൽ തറച്ചു കൊന്നതും ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ ഉദ്ധാനവും ഒക്കെയാണ് ജെറുസലേമിലെ മുഴുവൻ സംസാര വിഷയം. അപ്പോൾ ഇവൻ ഏത് നാട്ടുകാരനാണെന്നുള്ള വിചാരത്തിൽ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്തവനാണോ നീ? ഈശോ അവരോട് ചോദിച്ചു, ഏത് കാര്യങ്ങൾ? എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നേരം പറഞ്ഞു, നസ്രായനെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് തന്നെയാണ്, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നുവെന്ന് ഈ ശിഷ്യന്മാർ എന്നോട് പറയുക. ആരുടെയൊക്കെ മുമ്പിലാണ്? ദൈവത്തിൻ്റെ മുൻപിൽ. കാരണം എന്താ? അവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയത് അവർ കണ്ടു. അവൻ ലാസറിനെ ഉയർപ്പിച്ചത് അവർ കണ്ടു. അവന് അന്ധന് കാഴ്ച കൊടുത്തത് കണ്ടു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത് കണ്ടു. ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് അവർക്ക് മനസ്സിലായായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നുവെന്ന്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഈശോയെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പുരോഹിതന്മാരും പ്രമുഖന്മാരും നേതാക്കളും അവനെ എല്ലാം മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാര്യം പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ശക്തനായ പ്രവാചകനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാർ, നേതാക്കൾ എല്ലാം അവരെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവന് അവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു.
എത്രയോ വർഷം കാത്തിരുന്നത് ഇസ്രായേൽ ജനത്തിന് കിട്ടിയ രക്ഷകനാണ് എന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ പാഠത്തിലെല്ലാം പഠിച്ചു അല്ലേ? ഇസ്രായേൽ ജനത്തിന് രക്ഷകനായിട്ടാണ് ഈശോയെ നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ ഇവർ പറയുകയാണ്, ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാനുള്ള രക്ഷകനാണ് അവനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. എന്ത് സംഭവിച്ചിട്ടാ? ഈശോ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കിയിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളെ ചില സ്ത്രീകൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഒന്നും അറിയാത്ത പോലെ പറയും, ഞങ്ങളെ ചില സ്ത്രീകൾ അമ്പരിപ്പിച്ചിട്ടുണ്ട്. അവരിന്ന് രാവിലെ കല്ലറയിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഈശോയുടെ ശരീരം അവിടെ കാണുന്നില്ല എന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി. ശരീരം കാണുന്നില്ലാതെ മാത്രമല്ല, ഞങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി. ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശിഷ്യന്മാരും ഓടി. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ശിഷ്യന്മാരും എങ്ങോട്ടോടി? കല്ലറയെങ്കിലേക്ക് ഓടി. അവരും പറയുന്നതു അവൻ അവിടെ ഇല്ല, അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് മുൻപിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. ഞങ്ങളതുകൊണ്ട് എങ്ങോട്ട് പോവുക? ജെറുസലേമിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? എമാവൂസിലേക്ക് പോകുന്നു. എന്നാൽ ഈശോ അന്നേരം അവരോട് പറയുകയാണ്, ഭോഷന്മാരെ. എന്താ വിളിച്ചത്? ട്വിങ്കിളെ എന്താ വിളിച്ചത്? ഭോഷന്മാരെ എന്ന് മറന്നു പോരുത് കേട്ടോ. ഭോഷന്മാരെ. ഇത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഭോഷന്മാരെ എന്ന് വിളിക്കുക മാത്രമല്ല കേട്ടോ ചെയ്തത്. എന്നിട്ട് പറയാണ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് ഈ ശിഷ്യന്മാരോട് ചോദിക്കുക. ആരാ ചോദിച്ചേ? ഈശോ ചോദിച്ചു. എന്നിട്ട് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. എത്ര നേരം വർത്താനം പറഞ്ഞു പോയി കാണുമല്ലേ? 11 കിലോമീറ്ററാണ് നടന്നതെന്ന് സാറ് പറഞ്ഞു. ഈ 11 കിലോമീറ്ററും ഈശോയും ഇവരും തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ചു. എന്താണ് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. ഏതാ എത്തേണ്ടിയിരുന്ന ഗ്രാമം? എമാവൂസ് ഗ്രാമമാണല്ലേ? എന്നിട്ട് സന്ധ്യ ആകാറായി. ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ഈശോയ്ക്ക് അവരെ ഒരു പരിചയമില്ല അല്ലേ? ഈ വഴി വെച്ച് കണ്ട പരിചയമേ ഉള്ളൂ. അപ്പോൾ ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചപ്പോൾ ഈ ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. എന്താ പറഞ്ഞത്? ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി എന്ന് പറഞ്ഞു. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടുകൂടെ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അത്താഴത്തിൻ്റെ സമയമായിരിക്കും അല്ലേ? ഈശോ അപ്പം എടുത്തിട്ട് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുന്നതല്ലേ? ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു വന്നു. തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവൻ അവരിൽ നിന്നും അപ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞത്. ഈശോ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക വീണ്ടും. എന്നിട്ട് ഈശോ പറയുകയാണ്, തിരുലിഖിതങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എമാവൂസിലേക്ക് നിരാശഭരിതരായി നടന്നുപോയ ശിഷ്യർക്ക് ഈശോ ആദ്യം പങ്കുവെച്ച് നൽകിയത് ദൈവവചനമാണ്. എൻ്റെ പൊന്നു മക്കൾ മറക്കരുത് കേട്ടോ. എമാവൂസിലേക്ക് നിരാശഭരിതരായി നടന്നുപോയ ശിഷ്യന്മാർക്ക് ഈശോ ആദ്യം പങ്കുവെച്ച് നൽകിയത് ദൈവവചനമാണ്. അവർ നിരാശരായിരുന്നു, അവർ മ്ലാനവതരായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരുന്നു. എന്നിട്ട് ഈശോ അവർക്ക് ദൈവവചനം പങ്കുവെച്ച് നൽകുകയാണ്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതത്തിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും ഈശോയെക്കുറിച്ച് എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ വചനങ്ങളെല്ലാം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? ഹൃദയത്തിലെ മനസ്സിനെ മൂടിയിരുന്ന നിരാശയെല്ലാം പോയി. ഹൃദയം ജ്വലിച്ചു. മനസ്സിനെ മൂടിയിരുന്ന നഷ്ടബോധമെല്ലാം മാറിപ്പോയി. അവർക്ക് വലിയ സന്തോഷമുണ്ടായി. അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നാണ് പറയുന്നത്. ഈശോ ദൈവവചനം വ്യാഖ്യാനിച്ചപ്പോൾ ദൈവനിവേശിതമായ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്കറിയാം ദൈവപുത്രനായ ഈശോയിൽ പൂർത്തിയാകേണ്ട രക്ഷാകര പദ്ധതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിലെല്ലാം ദൈവത്തിൻ്റെ ജനനത്തെക്കുറിച്ചും രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുമുള്ള ഈശോയുടെ രക്ഷാകര പദ്ധതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുതിയ നിയമത്തിലാകട്ടെ ഈ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അതാ ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്.
ഈ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്. ദൈവവചനം ധ്യാനാത്മകമായി വായിക്കുമ്പോഴെല്ലാം നമ്മൾ ഈശോയെ തന്നെയാണ് അനുഭവിക്കുന്നത്, അല്ല ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ദൈവവചനം നമ്മുടെ ദൈവവചനം വായിക്കുമ്പോഴെല്ലാം ആരാ നമ്മളോട് സംസാരിക്കുന്നത്? ഈശോയെ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ ആദ്യം പറഞ്ഞത് തിരുവചനം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്നല്ലേ. ഈശോ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഈ ഈശോയുടെ തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചതുപോലെ നമ്മുടെ ഹൃദയവും ജ്വലിക്കണം. ഈ ജ്വലനമാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയം ജ്വലിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സാർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കും. അപ്പോൾ തിരുവചനം നമ്മൾ ധ്യാനാത്മകമായി വായിക്കണം. അപ്പോൾ ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്താണ്, എങ്ങനെയാണ് ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നതെന്ന് സാർ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഒന്നോടെ പഠിപ്പിക്കും. അപ്പോൾ ഈ പാഠം നമ്മൾ പഠിച്ചത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ നടന്നു പോകുന്ന നമ്മുടെ ഹൃദയം എത്ര നിരാശയിലാണേലും എത്ര മ്ലാനവതരാണേലും എല്ലാം തകർന്നവരെ പോലെയാണെങ്കിലും ഈശോയെ നമ്മൾ കൂടെ കൂട്ടിയാൽ, അവർ ഈശോയെ കൂടെ കൂട്ടിയല്ലേ, അപരിചിതനാണെന്ന് ഓർത്തോണ്ട് മാറ്റി നിർത്തിയില്ല, അവർ കൂടെ കൂട്ടി. നമുക്കറിയാം ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് അവർ പോയത്. ജെറുസലേം എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യമാണ് ജെറുസലേമിനുള്ളത്. എമ്മാവൂസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുക ഈ ശിഷ്യന്മാർ. പക്ഷേ ഈശോ അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. ഈശോ അവരുടെ കൂടെ കൂടി. ഈശോ അവരുടെ കൂടെ കൂടിയിട്ട് അവരുടെ നിരാശയും അവരുടെ നഷ്ടബോധവും അവരുടെ മ്ലാനവതയും എല്ലാം മാറ്റിക്കൊണ്ട് ഈശോ ഒരു കൂട്ടുകാരനെ പോലെ അവരുടെ കൂടെ നടന്നു. നമ്മുടെ കൂടെയും ഈശോ എപ്പോഴും ഒരു കൂട്ടുകാരനെ പോലെ നടക്കും. പക്ഷേ ഈശോയെ നമ്മൾ അപരിചിതനെ പോലെ കാണരുത്, ഈശോയെ നമ്മളൊരു സ്നേഹിതനെ പോലെ കാണണം. അതാ മക്കളെ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഈശോ നമ്മളോട് പറയുന്ന ഒരു തിരുവചനമുണ്ട്, നമ്മളത് കാണാണ്ട് പഠിക്കണം. എൻ്റെ മക്കൾ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 വാക്യമാണിത്. എന്താ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വെറുതെയുള്ള വാക്കുകളല്ല ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആത്മാവാണ്, അത് ജീവനാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് കാണാണ്ട് പഠിക്കണം, ഈ തിരുവചനം കാണാണ്ട് പഠിക്കണം. അതുപോലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ നോട്ട് ബുക്കിലേക്ക് എഴുതണം. 3 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഈ പാഠത്തിൽ നമ്മളിപ്പം പഠിച്ചത്. അത് കുഞ്ഞുങ്ങളെല്ലാവരും നോട്ട് ബുക്കിൽ എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം എന്താ? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ? ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും ഒക്കെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. രണ്ടാമത്തത്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ എപ്പോഴാണ് തുറക്കപ്പെട്ടത്? സാറ് പറഞ്ഞു, അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ, അത്താഴം കഴിച്ചപ്പോൾ അല്ലേ, അവരുടെ അപ്പം എടുത്ത് ഈശോ വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ ഈശോ അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായത്? അവരുടെ നിരാശയെല്ലാം പോയി, നഷ്ടബോധം പോയി, അവരുടെ ഹൃദയം ജ്വലിച്ചു അല്ലേ. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ഈ ജ്വലനം വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകണം. എല്ലാ വിശുദ്ധ കുർബാനയിലും ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി നമുക്ക് തരുമ്പോൾ നമ്മൾ ഈശോയെ തിരിച്ചറിയണം. നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മൾ ഈശോയെ തിരിച്ചറിയണം, വേണ്ടേ? ഓരോ വിശുദ്ധ കുർബാനയിൽ ഈശോ മുറിയപ്പെടുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് നമ്മൾ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുന്നത്. നമുക്കറിയാം ഈശോ നമ്മളോടുകൂടെ നിരന്തരം വസിക്കുന്നുണ്ടല്ലേ. എന്നോടുകൂടെ നിരന്തരം വസിക്കുന്ന ഈശോയെ ഞാൻ തിരിച്ചറിയാം. നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയല്ല. നമുക്കറിയാം നമ്മൾ വെറുതെ നടന്നു പോകുകയാണെങ്കിലും അപരിചിതനെ പോലെ ഈശോ നമ്മുടെ കൂടെ കൂടും. അതല്ലേ എമ്മാവൂസിലെ അനുഭവം? ഈ അനുഭവം നമുക്കും ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ ഈശോ നിരന്തരം വസിക്കുന്നുണ്ട്. നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകാൻ ഈശോ ഒരിക്കലും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ ഓർത്ത് നമുക്കൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങിൽ നിന്ന് എപ്പോഴെങ്കിലും അകന്നു പോകുമ്പോഴെല്ലാം അങ്ങ് ഞങ്ങളെ വ്യവസ്ഥയില്ലാതെ സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ഈശോയെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്
തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ച് നൽകിയപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചതുപോലെ എപ്പോഴും ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുവാൻ അങ്ങ് ഞങ്ങളോട് തിരുവചനത്തിലൂടെ സംസാരിക്കണമേ. ഈശോയെ, എന്നും അങ്ങയുടെ വചനം ധ്യാനാത്മകമായി വായിക്കുവാൻ വേണ്ട എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാ ദിവസവും എൻ്റെ മക്കൾ തിരുവചനം ധ്യാനാത്മകമായി വായിക്കണം. തിരുവചനം വായിക്കുമ്പോൾ ഈശോയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈശോയുടെ വചനം ആത്മാവും ജീവനുമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ഈശോയുടെ വചനം എല്ലാ കുഞ്ഞുമക്കളും വായിച്ച് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളരണം അല്ലേ. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.